ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷ് വിഭാഗത്തിലെ HSC +2 ഇംഗ്ലീഷ് വിഭാഗത്തിലെ യൂണിറ്റ് 1-നകത്തെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് മാച്ച് ബോക്സ് എന്നാണ്. ഇതൊരു കഥയാണ്. ഇതൊരു ബംഗാളി റൈറ്ററായ ആശാപൂർണ ദേവിയാണ് എഴുതിയത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആശാപൂർണ ദേവിയെ പറ്റി ചിലത് മനസ്സിലാക്കാം. Ashapurna Devi is considered to be the champion of women's cause in Bengali literature. അതായത് സ്ത്രീകളുടെ ശബ്ദമായിരുന്നു ആശാദേവിയുടെ ലിറ്ററേച്ചർ. She was born on 8th January 1909 in North Kolkata. അവർ നോർത്ത് കൊൽക്കത്തയിലെ 1909 അവരുടെ ജനനം. പ്രേം ഓഫ് പ്രയോജൻ വാസ് her first novel for adults. പ്രേം ഓഫ് പ്രയോജൻ ആണ് അവരുടെ ആദ്യത്തെ നോവൽ. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1944. ഹർ മാസ്റ്റർ പീസ് ഈസ് എ ട്രിലജി നെയ്മഡ് പ്രഥം പ്രശ്രുതി. പ്രഥം പ്രശ്രുതി എന്നറിയപ്പെടുന്ന ഒരു നോവൽ ത്രയം, അതായത് 3 നോവലുകൾ ചേർന്ന ഒരു നോവൽ ത്രയമായിരുന്നു അവരുടെ മാസ്റ്റർ പീസ്. അത് 1964 എഴുതിയിരിക്കുന്നത്. സുബർണോലത 1967, ബാക്കുൾ കഥ 1974. ഇതൊക്കെയാണ് അവരുടെ പ്രസിദ്ധമായ എഴുത്തുകൾ, നോവലുകൾ. ഷീ വാസ് അവാർഡഡ് ദ ജ്ഞാൻപീഠ് അവാർഡ് ഇൻ 1976. 1976 അവർക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു. ആൻഡ് ഷീ വാസ് ഓണേർഡ് വിത്ത് പത്മശ്രീ ഇൻ 1976. 1976 പത്മശ്രീയും ലഭിച്ചു. She died in 1995. 1995 അവരുടെ മരണം. ഇനി നമുക്ക് ഈ കഥയിലേക്ക് പോകാം. This short story is a landmark in the field of literature focusing on women's plight. അതായത് സ്ത്രീകളുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സ്ത്രീകളുടെ ദുരവസ്ഥ എടുത്തു കാണിക്കുന്ന ഒരു നോവലാണ് ഇത്. The author, as an introductory narrative, says that she always compares women to matchboxes. ഈ ഒരു നോവലിന്റെ, ഈ ഒരു കഥയുടെ തുടക്കത്തിൽ എഴുത്തുകാരി പറയുന്നുണ്ട്, നമ്മുടെ ഇന്ത്യൻ രീതിയിൽ, ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബത്തിൽ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു ഭർത്താവിന്റെ വീട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഓരോ സ്ത്രീയും ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെയാണ് എന്നാണ് എഴുത്തുകാരി പറയുന്നത്. വിമൻ ആർ മീക്ക് ആസ് മാച്ച് ബോക്സസ്. തീപ്പെട്ടിക്കൊള്ളി പോലെ ദുർബലയായ ഒരു അവസ്ഥയാണ് ഓരോ സ്ത്രീക്കും ഉള്ളത്. ഈച്ച് വുമൺ contains enough gunpowder to set ablaze 100 lankas. ഓരോ സ്ത്രീയിലും ഒരു 100 ലങ്കകളെ കത്തിച്ചു നശിപ്പിക്കാനുള്ള അത്രയും ഗൺ പൗഡർ അടങ്ങിയിട്ടുണ്ട്. ബട്ട് ദേ സിറ്റ് അറൌണ്ട് പേഷ്യന്റ്ലി ആൻഡ് ഇന്നസെന്റ്ലി ഇൻ കിച്ചൺ, ബെഡ്റൂം, ലിവിംഗ് റൂം എക്സെട്ര. എന്നാലും അവര് ക്ഷമയോടുകൂടി ശാന്തരായിട്ട് വീടിന്റെ അകത്തളങ്ങളിൽ പല ഭാഗത്തായിട്ട് അവര് ഇരിക്കുന്നു. അടുത്തത്, ടു പ്രൂവ് ദിസ് പോയിന്റ് ദ ഓഥർ നറേറ്റ്സ് ദ സ്റ്റോറി of a newly wedded poor woman named Namita. അപ്പോൾ ഈ ഒരു സ്ത്രീയുടെ അവസ്ഥ എടുത്തു കാണിക്കാനായിട്ട് എഴുത്തുകാരി ഒരു സാധാരണ പാവപ്പെട്ട വീട്ടിൽ നിന്നുള്ള നമിത എന്ന പേരുള്ള ഒരു പുതുതായി കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു ഏടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നമിത ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നമിത ഹാഡ് ഓൺലി ആൻ ഓൾഡ് വിഡവ്ഡ് മദർ. നമിതയ്ക്ക് ഒരു വയസ്സായ വിധവയായ ഒരു അമ്മ മാത്രമേ ഉള്ളൂ. ഷീ ഹാഡ് നോ ബ്രദേഴ്സ്. സഹോദരന്മാരൊന്നും നമിതയ്ക്ക് ഇല്ല. However, because of her beauty, her mother managed to get her married to a rich man and to send her to his great ancestral home. നമിത സുന്ദരിയായിരുന്നതുകൊണ്ട് നമിതയുടെ അമ്മയ്ക്ക് നമിതയെ ഒരു പണക്കാരന്റെ തറവാട്ടിലേക്ക് വിവാഹം ചെയ്ത് അയക്കാൻ സാധിച്ചു. There were 26 members in that family. ആ വീട്ടിൽ 26 അംഗങ്ങൾ ഉണ്ടായിരുന്നു. Her husband Ajit holds the key of the mail box in that house. ആ വീടിന്റെ പുറത്തുള്ള എഴുത്തുപെട്ടിയുടെ താക്കോല് നമിതയുടെ ഭർത്താവായിരുന്നു സൂക്ഷിച്ചിരുന്നത്. He had an ugly habit of reading her letters. നമിതയ്ക്ക് വരുന്ന എഴുത്തുകളെല്ലാം പൊട്ടിച്ചു വായിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു.
നമിതാസ് മദർ വുഡ് സെൻഡ് ഹർ ലെറ്റേഴ്സ് ആസ്കിംഗ് ഫോർ മണി ആൻഡ് ഹെൽപ്പ്. നമിതയുടെ അമ്മ പണം ആവശ്യപ്പെട്ടുകൊണ്ട് എഴുത്തുകൾ അയക്കുമായിരുന്നു നമിതയ്ക്ക്. This begging nature of her mother actually ashamed നമിത. അമ്മയുടെ ഈ ഒരു ബെഗിങ് നേച്ചർ അല്ലെങ്കിൽ ഈ പൈസ ചോദിച്ചു വാങ്ങിക്കുന്ന സ്വഭാവം നമിതയെ വളരെയധികം വിഷമിപ്പിച്ചു. She was ashamed because Ajit used to read those letters and speak disparagingly about her mother. നമിതയ്ക്ക് ഏറ്റവും വിഷമം ഉണ്ടാവാനുള്ള കാരണം നമിതയുടെ ഭർത്താവ് ഈ എഴുത്തുകളെല്ലാം എടുത്ത് വായിക്കുകയും അമ്മയെ പറ്റി അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. One day, Namita discovered a letter from her mother inside the pocket of Ajit's clothes. ഒരു ദിവസം നമിത ഭർത്താവിന്റെ ഷർട്ട് അലക്കുകാരൻ വന്നപ്പോൾ അലക്കുകാരൻ എടുത്തു കൊടുക്കാൻ പോകുന്ന സമയത്ത് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും ചുരുട്ടി വെച്ച തന്റെ അമ്മ അയച്ച ഒരു ലെറ്റർ നമിതയുടെ കയ്യിൽ കിട്ടുന്നു. She got angry because Ajit didn't even mention about that letter to her. അവൾക്ക് വളരെയധികം ദേഷ്യം വരുന്നു. കാരണം അജിത്ത് ഈ ഒരു ലെറ്ററിനെ പറ്റി നമിതയോട് പറഞ്ഞതേയില്ല. A flame of anger gradually developed in her heart. അവളുടെ ഹൃദയത്തിൽ ദേഷ്യം തീജ്വാല പോലെ കത്തിപ്പിടിച്ചു. She burst into anger and shouted at Ajit against his ugly habit of reading letters addressed to her. അവളുടെ ഭർത്താവിനോട് ഷൗട്ട് ചെയ്തു, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ചു വായിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ടെന്ന് അവൾ ആരോപിച്ചു. Ajit at first ignored her complaint by giving an excuse that it was simply the result of his forgetfulness. ആദ്യം അയാള് അവളുടെ ആ ഒരു കോപത്തെ അവഗണിച്ചു. അതായത് അയാള് മറന്നുപോയതാണ്, വിട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കാൻ ശ്രമിച്ചു. He told her that her mother needs only money and he would send her a money order soon. അപ്പോൾ അജിത്ത് പറഞ്ഞു, നിങ്ങളുടെ അമ്മയ്ക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ എന്നും താമസിയാതെ ഞാനൊരു മണി ഓർഡർ അവർക്ക് അയക്കാമെന്നും പറഞ്ഞ് കളിയാക്കി. This was like pouring oil to fire. ഇത് എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് നമിതയ്ക്ക് ഫീൽ ചെയ്തത്. നമിത took those words as a big insult. അതൊരു വലിയ ഇൻസൾട്ട് ആയിട്ട് അവൾക്ക് അനുഭവപ്പെട്ടു. Ajit also said that if she has any objections to his reading her letters, he had all right to suspect that someone was secretly writing to her love letters. അപ്പോൾ നമിതയുടെ ഭർത്താവ് പറഞ്ഞു, ഈ വീട്ടിൽ വരുന്ന എല്ലാ കത്തും ഞാൻ പൊട്ടിച്ചു വായിക്കും. അതിന് നിനക്ക് എന്തെങ്കിലും തടസ്സം പറയാനുണ്ടെങ്കിൽ നിനക്ക് കത്തയക്കുന്നത് നിന്റെ കാമുകന്മാരാണ് എന്ന് ചിന്തിക്കാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് എന്ന് നമിതയുടെ ഭർത്താവ് പറയുന്നു. അപ്പോൾ this remark enraged Namita much more and she called him a common vulgar man. ഈ ഒരു റിമാർക്ക്, ഈ ഒരു അഭിപ്രായം അവൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാക്കുകയും അവൾ അജിത്തിനെ ഒരു സാധാരണ വൃത്തികെട്ട മനുഷ്യനാണെന്ന് പറയുകയും ചെയ്തു. In retort, Ajit called her a dung picker's daughter who felt like a queen. അതിന് മറുപടിയായിട്ട് നീ ഒരു ചാണകം വാരി നടക്കുന്ന ഒരു സ്ത്രീയുടെ മകളാണെന്നും മഹാറാണിയാണ് എന്നാണ് നിന്റെ വിചാരമെന്നും അജിത്ത് തിരിച്ചു പറയുന്നു. Ajit also added that he would do whatever he pleased in that house and she could not do anything to stop him. അയാൾ പറഞ്ഞു, ഈ വീട്ടിൽ എന്തും ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ടെന്നും നിനക്ക് എന്നെ ഒന്നും തിരിച്ച് ചെയ്യാൻ സാധിക്കില്ലെന്നും അജിത്ത് പറയുന്നു. Poor Namita. She was at her wits end. ഇത് കേട്ടതോടുകൂടി നമിത ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നു. അല്ലെങ്കിൽ ഒരു വിവേകം നശിച്ച, ഒരു ക്ഷമ നശിച്ച ഒരു അവസ്ഥയിലേക്ക് നമിത എത്തുന്നു. She immediately took a match and struck it and put the flame to her saree. അപ്പോൾ അവൾ പെട്ടെന്ന് ഒരു തീപ്പെട്ടി എടുത്ത് സ്വന്തം സാരിക്ക് തീ കൊടുത്തു. Ajit never expected such a dire action from her. അജിത്ത് ഈ ഒരു പ്രവൃത്തി ഒട്ടും അവളിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. For a moment he might have stood dumbfounded. കുറച്ചു സമയത്തേക്ക് അയാൾ സ്തംഭിച്ചു നിന്നുപോയി. Next moment he jumped up and put out the fire. അടുത്ത നിമിഷം അയാൾ ചാടി വന്നിട്ട് ആ തീ എങ്ങനെയോ കെടുത്തി.
നമിത ഗോട്ട് ഡൗൺ. അപ്പോഴത്തേക്കും നമിത ഒന്ന് ശാന്തയായി. സീയിങ് ഹർ സെക്കൻഡ് സിസ്റ്റർ അപ്പോഴത്തേക്കും അറ്റ് ദാറ്റ് ടൈം ഹർ നീസ് കെയിം അപ്പ് ആൻഡ് ഇൻഫോംഡ് ദാറ്റ് ദ വാഷർ മാൻ വാസ് വെയിറ്റിംഗ് ബിലോ ഹർ. ഇത്രയും ആയപ്പോഴത്തേക്കും നമിതയുടെ നീസ്, അതായത് അനന്തരവൾ, അല്ലെങ്കിൽ ഭർത്താവിന്റെ സഹോദരിയുടെയോ സഹോദരന്റെയോ മകൾ അനന്തരവൾ വന്നിട്ട് പറഞ്ഞു, അലക്കുകാരൻ നമിതയ്ക്ക് വേണ്ടി താഴെ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. നമിത ഗോട്ട് ഡൗൺ. സീയിങ് her second sister-in-law insultingly expressed a remark that Namita had been frolicking with her husband day and night in her room. അപ്പോഴത്തേക്കും നമിതയുടെ രണ്ടാമത്തെ നാത്തൂൻ വന്നിട്ട് ഒരു മോശപ്പെട്ട കമന്റ് നമിതയെ കുറിച്ച് പറയുന്നു. അതായത് രാപകല് നമിത ഭർത്താവിന്റെ കൂടെ മുറിയിൽ പ്രേമസല്ലാപത്തിലാണ് എന്ന് അവൾ കളിയാക്കുന്നു. Namita, with a wry smile, told the woman that she and Ajit were only indulging in angry talk. അപ്പോൾ ഒരു റൈ സ്മൈൽ, WRY, റൈ എന്ന് പറഞ്ഞ ഒരു ചമ്മിയ ചിരിയോടുകൂടി അവൾ നാത്തൂനോട് പറയുന്നു, ഇല്ല, ഞങ്ങൾ ഇത്തിരി ദേഷ്യത്തിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. Another sister-in-law came and asked Namita how her saree got fire. അപ്പോഴത്തേക്കും മറ്റൊരു നാത്തൂൻ വന്ന് ചോദിക്കുന്നു, ഈ സാരിക്ക് എങ്ങനെയാ തീ പിടിച്ചതെന്ന്. ദിസ് ക്വസ്റ്റ്യൻ ബ്രോഡ് നമിത ബാക്ക് ടു ഹർ നോർമൽ ഡൊമസ്റ്റിക് റോൾ. അത് ചോദിച്ചപ്പോഴത്തേക്കും നമിത തന്റെ ഒരു കുടുംബിനി എന്നുള്ള ഒരു റോളിലേക്ക് തിരിച്ചു വരുന്നു. She told her a lie that the sari caught fire from the stove accidentally. അത് അടുപ്പിൽ നിന്ന് അറിയാതെ തീ പിടിച്ചതാണെന്ന് അവൾ പറഞ്ഞു. As a meek housewife, she sat down and started peeling potatoes. അതിനുശേഷം ഒരു ദുർബലയായ ഒരു വീട്ടമ്മയായി അവൾ നിലത്തിരുന്ന് പഴയതുപോലെ ഉരുളക്കിഴങ്ങുകൾ ചെത്താൻ തുടങ്ങി. അതിനുശേഷം എഴുത്തുകാരി പറയുകയാണ്, ദ ഫ്ലെയിം ഇൻ ഹർ ഹാർട്ട് ഹാഡ് ഡിസപ്പിയർഡ് ബൈ ദാറ്റ് ടൈം. അവളുടെ ഹൃദയത്തിൽ കത്തിപ്പിടിച്ച തീയ് അപ്പോഴേക്കും കെട്ടുപോയി. The author says this is the reason why she compared women to matchboxes. എഴുത്തുകാരി പറയുന്നു, സ്ത്രീകളെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീകളെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് ഒരു പരിചയവുമില്ലാത്ത മറ്റൊരു കുടുംബത്തിൽ പറിച്ചു നടപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു ആചാരം ഇന്നും നിലനിന്നു പോകുന്നു. ലോകത്ത് മറ്റൊരിടത്തും നിലനിൽക്കാത്ത ഒരു തെറ്റായിട്ടുള്ള ഒരു ആചാരമാണിത്. ഇത് ഇന്നും ആൾക്കാര് സപ്പോർട്ട് ചെയ്യുകയും നിലനിന്ന് പോവുകയും ചെയ്തു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ ഒരു ഇന്ത്യൻ സ്ത്രീയുടെ അവസ്ഥ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അവസ്ഥയാണ്. They never flare up and burn away the mask of men's high-mindedness. ഇന്ത്യൻ സ്ത്രീകൾ, ഒരു ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്ന ഇന്ത്യൻ സ്ത്രീകൾ എന്തൊക്കെ സംഭവിച്ചാലും അവരൊരിക്കലും പുരുഷന്റെ മേധാവിത്വത്തെ എതിർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുരുഷന് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരെന്നും ചവിട്ടി തേക്കപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. The men know this very well. That's why they leave their women scattered so carelessly in the kitchen, in the pantry, in the bedroom, etc. സ്ത്രീകൾ ഒരിക്കലും എതിർക്കില്ലെന്നും എതിർത്താലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും പുരുഷന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുരുഷന്മാരുടെ അകത്തളങ്ങളിൽ സ്ത്രീകൾ എന്നും തീപ്പെട്ടിക്കൊള്ളികളെ പോലെ ജീവിക്കുന്നത്. They put them in their pockets. ഭർത്താക്കന്മാർ സ്ത്രീകളെ അവരുടെ പോക്കറ്റിലാണ് അവർ കൊണ്ടു നടക്കുന്നത്. ഇതാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഇത്രയുമാണ് ഈ കഥ. ഇനി നമുക്ക് ഈ കഥയിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ആർ വിമൻ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്? എന്തുകൊണ്ടാണ് എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നത്? Women are compared to matchboxes because they are as meek and inactive as unburned matchsticks. കാരണം സ്ത്രീകൾ ഒരു കത്തിക്കാത്ത തീപ്പെട്ടിക്കൊള്ളി പോലെ തന്നെ നിഷ്ക്രിയരാണ്. അതായത് ഇനാക്റ്റീവാണ്, മീക്കാണ്, അതായത് ദുർബലരാണ്, നിഷ്ക്രിയരാണ്. അതുകൊണ്ടാണ് അവരെ അങ്ങനെ കമ്പയർ ചെയ്യുന്നത്. They don't know
they have gunpowder inside them enough to set 100 Lankas on flame. ഇന്ത്യൻ സ്ത്രീകൾ അറിയുന്നില്ല, ഓരോ ഭർത്താക്കന്മാരുടെ വീടുകളിലെ അകത്തളങ്ങളിൽ തീപ്പെട്ടിക്കൊള്ളികളെ പോലെ ജീവിക്കുന്ന സ്ത്രീകൾ അറിയുന്നില്ല ഒരു 100 ലങ്കകൾ കത്തിച്ച് ചാമ്പലാക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അത്രയും വെടിമരുന്ന് അവരുടെ ഉള്ളിലുള്ളതായിട്ട് അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ സസ്പിഷൻ ഇൻ നമിതാസ് മൈൻഡ്? നമിതയുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം എന്തായിരുന്നു? ഉത്തരം ഇതാണ്, നമിത സസ്പെക്ട്സ് ദാറ്റ് her husband has not given her many letters came to her address. He even has no mention her about them. അവൾ സംശയിച്ചത് അവളുടെ പേരിൽ വരുന്ന പല ലെറ്ററുകളും അവളുടെ ഭർത്താവ് ഇവൾക്ക് തന്നിട്ടില്ല എന്നുള്ള കാര്യത്തിലാണ് അവൾ സംശയിച്ചത്. വാട്ട് ഈസ് കോൾഡ് അഗ്ലി ഹാബിറ്റ്? വൈ? എന്തിനെയാണ് അഗ്ലി ഹാബിറ്റ് അല്ലെങ്കിൽ വൃത്തികെട്ട സ്വഭാവം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? Ajit's habit of opening and reading Namita's letters is referred to by her as his ugly habit. അവൾക്ക് വരുന്ന കത്തുകൾ പൊട്ടിച്ച് വായിക്കുന്ന അജിത്തിന്റെ സ്വഭാവമാണ് വൃത്തികെട്ട സ്വഭാവമായി അവൾ പറഞ്ഞത്. She uses the word because she suspects he might have hidden from her many letters came to her address. അവൾ അങ്ങനെ വിളിക്കാനുള്ള കാരണം അവള് സംശയിച്ചു അവളുടെ പേരിൽ വരുന്ന പല ലെറ്ററുകളും അജിത്ത് കൊടുക്കുന്നില്ല എന്ന കാര്യത്തിൽ അവൾ സംശയിച്ചു. How does Ajit react when Namita mentions about his ugly habit? അജിത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു അപ്പോൾ? ഉത്തരം ഇതാണ്, Ajit would laugh away her allegations and sometimes he would scold her. അയാൾ അത് ചിരിച്ചു കളഞ്ഞു, അവളുടെ ആരോപണങ്ങളെല്ലാം അയാൾ ചിരിച്ചു കളഞ്ഞു. എന്നാൽ ചിലപ്പോൾ അയാൾ അവളെ വഴക്ക് പറയുകയും ചെയ്തു.